ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും സ്വാമിയേ ശരണമയ്യപ്പ ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആറ്റുകാൽ അമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ പത്മനാഭ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഭഗവത് നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെയും BJPയുടെയും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് നമ്മൾ കണ്ടത്. ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുമെന്ന് പറയുകയും അതേസമയം ശരണം വിളിക്കുകയും ചെയ്യുന്ന വ്യത്യസ്തമായ കാഴ്ചയാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയിൽ നിന്നുമുണ്ടായത്. BJPയെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. നിങ്ങളുടെ വിശ്വാസങ്ങളെയോ നിങ്ങളുടെ ദൈവങ്ങളെയോ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ചെയ്യുന്നത്, മറിച്ച് ഭരണഘടനാപരമായിട്ടുള്ള ആശങ്കകൾ ഉന്നയിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 സെക്ഷൻ 143 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. അതിൽ 3rd ഷെഡ്യൂൾ പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഒരു അംഗത്തിന് ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നാമത്തിലോ സോളംലി ഗൗരവപൂർവ്വം ദൃഢപ്രതിജ്ഞ ചെയ്യുന്നതിനോ നിയമ സ്വാതന്ത്ര്യമുണ്ട്. അതായത് നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. അല്ലാതെ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ അതേതെങ്കിലും പ്രത്യേകതരം ദൈവങ്ങളുടെ പേരെടുത്തു പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യണം എന്നൊരർത്ഥം അതിനില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേകതരം മതവിഭാഗങ്ങളുടെ പ്രതിനിധിയല്ല, മറിച്ച് എല്ലാ പൗരന്മാരുടെയും പ്രതിനിധിയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്തവരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും മതനിരപേക്ഷരുമുണ്ട്. അങ്ങനെ വ്യത്യസ്ത മതങ്ങളുള്ള വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്നതാണ് ജനാധിപത്യം. ആർട്ടിക്കിൾ 40 എല്ലാ പൗരന്മാർക്കും നിയമത്തിന് മുന്നിൽ തുല്യത. ഒരു ജനപ്രതിനിധി ഒരു മതത്തിന്റെ ദൈവനാമം മുന്നോട്ട് വെക്കുമ്പോൾ മറ്റ് മതവിശ്വാസികളെയും അവിശ്വാസികളെയും അവരുടെ സമത്വബോധത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതൊരു മതേതര ജനാധിപത്യത്തിന് മാതൃകയല്ല. അപ്പോൾ അവർ പറയും ആർട്ടിക്കിൾ 25 മതവിശ്വാസം പുലർത്താനും അത് ആചരിക്കുവാനും ഓരോരുത്തർക്കും അവകാശമുണ്ട്. അപ്പോൾ ഇതെന്റെ അവകാശമല്ലേ? എനിക്കിഷ്ടമുള്ള ദൈവത്തിന്റെ പേര് പറഞ്ഞ് എനിക്ക് സത്യപ്രതിജ്ഞ ചെയ്തൂടെ? അതെന്റെ അവകാശമല്ലേ എന്നവർ ചോദിക്കും. അതിലൊരു വ്യത്യാസമുണ്ട്. ഈ അവകാശം വ്യക്തിഗത അവകാശമാണ്. ഒരു ജനാധിപത്യ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി തന്റെ വ്യക്തിഗത വിശ്വാസത്തെക്കാൾ ഈ ഒരു അവകാശം മതേതരത്വത്തിന്റെ പരിധിയിൽ നിലനിർത്തണം. അത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വോട്ട് തന്ന് നിങ്ങളെ ജയിപ്പിച്ചത് ഒരു മതമല്ല, ഒരു ജനതയാണ്. മതം നിങ്ങളുടെ വിശ്വാസമാകാം, പക്ഷെ ഭരണഘടന നിങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യം എന്നും എല്ലാ കാലത്തും എപ്പോഴും മതേതരമാണ്.